നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാം. അപ്പോൾ മുട്ട ബുർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ടു ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ്. എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് 2 സവാള ഇതോണം ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാം. അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിന് മൂത്തു. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടാം. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. ഇനി നമുക്ക് 4 മുട്ട നന്നായി അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 4 മുട്ട ഞാൻ അടിച്ചു വച്ചിരിക്കുന്നതാണ്. ഈ മുട്ട ഇനി നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മുട്ട ഞാൻ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ട ബുർജി റെഡിയായി. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ല രുചിയുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ തിന്നാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. ഞാൻ എല്ലാ തവണയും പറയാറുള്ളതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.